ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണോ എന്തെങ്കിലും ഒന്ന് വന്ന് പറയുമ്പോഴേക്ക് സിനിമാക്കാരൻ നെഞ്ഞത്തേക്ക് കയറാൻ ഈ മാധ്യമപ്രവർത്തകർ, ഞാൻ വേറെ ഒന്നും വിളിക്കുന്നില്ല, ഈ മക്കൾ കാണിച്ച ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, അതിന് നല്ലൊരു തിരിച്ചൊരു 8ന്റെ പണി ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ അണ്ണാക്കിലടിച്ച് കൊടുത്തിരിക്കുക. കാരണം ഈ നിവിൻ പോളിയുടെ വിഷയം എല്ലാവർക്കും അറിയുന്നതാണ്. ഒക്കെ മാറ്റിവെച്ച് ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിവിൻ പോളി കേസിൽ 6ാം പ്രതിയായിരുന്നു. ഒന്നാം പ്രതിയുടെ ഫോട്ടോ ആരും കണ്ടിട്ടില്ല. 1 തൊട്ട് 5 വരെ ആരാന്ന് പോലും അറിയില്ല. എല്ലാവർക്കും കൂടി നിവിൻ പോളീനെ ഉണ്ടാക്കണമായിരുന്നു. അയാൾ അന്ന് തന്നെ കറക്റ്റായിട്ട് വന്ന് പത്രസമ്മേളനം നടത്തി. അയാളുടെ അന്നത്തെ കോൺഫിഡൻസിൽ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പം കറക്റ്റ് ക്ലിയറായിട്ട് വിനീത് ശ്രീനിവാസൻ തെളിവ് സഹിതം വന്നില്ലേ. അതാണ് ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അതാണ് നിങ്ങൾക്ക് ആ സ്ത്രീ പറഞ്ഞ ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. ദുബായിൽ നിന്ന് ഡിസംബർ 17 ഞാൻ നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ദിവസം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. കണ്ടില്ലേ? ഇനി നിങ്ങൾ വിനീത് ശ്രീനിവാസൻ പറയുന്ന ഡേറ്റ് കൂടി ഒന്ന് കേൾക്കൂ. ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ 100-300 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് ഞങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ. ഓർമ്മ ഒരു 2:30 മണി 2:45 വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത്. അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു 3-3:15 ആയിട്ടുണ്ടോ. ഇത് നിങ്ങൾക്കുള്ള അടിയാ. അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന മാധ്യമപ്രവർത്തകൻ്റെ കാരണത്തിലുള്ള അടിയാ. ആലോചിച്ചോ? കാരണം അമ്മയുടെയും അതുപോലെ ഈ സംഘടനയുടെയും സിനിമാ നടന്മാരെയും നെഞ്ഞത്ത് കയറാൻ നിങ്ങൾ കാണിച്ച ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ, അത് മക്കളെ കൂട്ടിക്കൊടുത്ത അമ്മമാരെയും ലഹരി ഉപയോഗിച്ച നടിമാരെയും കണ്ടുപിടിക്കാൻ കൂടി നിങ്ങൾ ഉപയോഗിക്കണമായിരുന്നു. ഇപ്പം എന്തായാലും ഇനി ഓരോന്നറിയാനായിട്ട് വരട്ടെ. നിങ്ങൾ ഈ ചാനലിൻ്റെ ഉള്ളിൽ കുത്തുന്ന ഉണ്ടാക്കുന്ന പോലെയല്ല ഒരുത്തൻ്റെ കുടുംബത്ത് കയറി കളിക്കുമ്പം. കാരണം ഈ ആരോപിക്കുന്ന ആൾക്കാർക്കൊക്കെ കുടുംബം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണമായിരുന്നു. ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയോ? ഇവിടെ ഇനി ജെനുവിനായിട്ടൊരു കേസ് വന്നാൽ പോലും അവർ പോലും സംശയത്തിന് നിഴലിലാവും. അതിനൊറ്റ കാരണക്കാർ നിങ്ങൾ മാത്രമായിരിക്കും. കാരണം ഒരു ആരോപണം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരുത്തനെ കയറി തേജോധം ചെയ്യുന്ന നിങ്ങളുടെ ഈ വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് റേറ്റിംഗ് മാത്രമാണ് വേണ്ടത്. മാധ്യമധർമ്മം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാതെ വെറും